ഹലോ ഗൈസ്, ഡിറ്റിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിനി പയ്യെ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പാലക്കാട് ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മളിനി എല്ലാ ട്രെയിൻ പിടിക്കണവരെ നമുക്ക് കേരളത്തിലെ എല്ലാ പാസഞ്ചർ ട്രെയിൻസ് പിടിക്കാമെന്ന് വിചാരിച്ചാൽ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 20ഓളം പാസഞ്ചേഴ്സ് ഓടുന്നുണ്ട്. അതിന് നമ്മൾ എല്ലാ പാസഞ്ചേഴ്സും കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പാലക്കാട് നിലമ്പൂർ എക്സ്പ്രസ് ആണ് കവർ ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പോൾ സമയം 5:50 ആയിട്ടുണ്ട്. 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടി. അപ്പോൾ 6 മണിക്ക് എന്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് പാസഞ്ചർ ട്രെയിൻസിൻ്റെ സീരീസിൽ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യണത് പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചർ എക്സ്പ്രസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി പയ്യെ എല്ലാം കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏത് ട്രെയിനാണെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാസഞ്ചേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത സെഗ്മെൻ്റ് ആയിട്ട് മെമ്മോ ട്രെയിൻസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുത്താലോ. അപ്പോൾ ടിക്കറ്റ് വന്നേക്കുന്നത് ഒരാൾക്ക് 30 രൂപ. അതെ, നമ്മൾ 2 ആൾക്കാരുണ്ട്, എൻ്റെ കൂട്ടുകാരും കൂടി ഉണ്ട്. കണ്ട 60 രൂപ ടിക്കറ്റ്. ഒരാൾക്ക് പാസഞ്ചറിന് വെറും 30 രൂപ. നമുക്ക് കവർ ചെയ്യാനുള്ള 111 കിലോമീറ്ററാണ്. അപ്പോൾ വണ്ടി 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് പോകണം. ഈ വണ്ടി ഇടയിൽ വന്നുകൊണ്ട് ഇതൊരു തടസ്സമായി. നമുക്ക് ഇത് പോയിട്ട് സ്റ്റെപ്പ് എടുത്തില്ല, വെറുതെ കയറണമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നാൽ നേരെ ട്രാക്കിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനി ഈ ട്രെയിൻ പോട്ടെ. സമയം 5:54. 6:05 ട്രെയിൻ സമയമുണ്ട്. അവിടെ ലൈറ്റ് ഇട്ടേക്കണതാണ് നമ്മുടെ വണ്ടി. പ്ലാറ്റ്ഫോം നമ്പർ 5-ലെത്തി. അപ്പോൾ നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പാസഞ്ചർ ട്രെയിൻസിലും കയറിയിട്ട് ആ ട്രെയിനിൻ്റെ തിരക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഏത് സ്റ്റേഷനിൽ നിന്നാണ് ആൾക്കാർ കൂടുതൽ കയറുന്നത്, എവിടെ വരെ ഏതൊക്കെ ട്രെയിനിൽ തിരക്കുണ്ട്, അപ്പോൾ അതൊക്കെ കാണിക്കാനും കൂടിയാണ് ഈ ഒരു സീരീസ് ചെയ്യണത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ പാസഞ്ചേഴ്സും കവർ ചെയ്യുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാസഞ്ചർ ട്രെയിൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. അപ്പോൾ അത് അത്യാവശ്യം പെട്ടെന്ന് കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നേരെ നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ ലൈറ്റാണ് മുഖത്തേക്ക് അടിക്കുന്നത്. ഇതാണ് നമ്മളിന്ന് നിലമ്പൂർ വരെ കൊണ്ടുപോകുന്ന WDP 4D 40093. തിരക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ കയറി ഇരിപ്പുണ്ട്. ഇപ്പോൾ സമയം 5:58. ട്രെയിൻ വിടാനെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ ഫുള്ള് തന്നെയാണ്. അത്യാവശ്യം നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ അവിടെ നിന്ന് കാണുന്ന കോച്ചിലെല്ലാവരും അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നിൽക്കാനുള്ള തിരക്കല്ല, എല്ലാവരും ഇരിക്കുകയാണ്. സീറ്റ്സും ഉണ്ട്, പക്ഷേ വിൻഡോ സൈഡൊക്കെ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോഴേക്കും തീർന്നു. ട്രെയിനിൻ്റെ റേക്ഷ്യൽ നോക്കിയാൽ ഷൊർണൂർ നിലമ്പൂർ റോഡ്, പാലക്കാട്, തൃശ്ശൂർ, ഷൊർണൂർ നിലമ്പൂർ റോഡ്. വണ്ടിയിൽ അത്യാവശ്യം കോളേജ് പിള്ളേരും ജോലിക്കാരൊക്കെയാണ് ഈ ടൈമിൽ ഈ വണ്ടി ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. അത്യാവശ്യം അങ്ങനത്തെ ആൾക്കാരെ കുറേ കണ്ട്. നമുക്ക് മാക്സിമം ഇപ്പം എല്ലാത്തിലും അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ട്. നമുക്ക് തിരക്ക് കുറഞ്ഞ കോച്ച് ചെയ്താൽ നോക്കാം. ഇതുവരെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കോച്ചും അത്യാവശ്യം ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ തിരക്ക് കുറവ് എവിടെ ഉള്ളതെന്ന് നോക്കാം. ലാസ്റ്റ് കോച്ചിലെത്തി. ഇപ്പോൾ നോക്കിയിട്ട് എല്ലാ കോച്ചിലും അത്യാവശ്യം ആവറേജ് ആൾക്കാർ കയറിയിട്ടുണ്ട്. അങ്ങനെ തിരക്കൊട്ടും കുറവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കോച്ചിൽ കയറി, സെക്കൻഡ് ലാസ്റ്റ് കോച്ചിൽ കയറി. അതാവുമ്പോൾ ബാക്കിൽ അത്യാവശ്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ പണി കിട്ടാൻ പോണത് ഇപ്പോൾ ഓരോ സ്റ്റേഷനിലും ചിലപ്പോൾ ഈ ബാക്കിലത്തെ കോച്ചായിരിക്കും ആ സ്റ്റേഷൻ്റെ സെൻറ്ററിൽ വരാൻ ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫുള്ള് തിരക്കാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം, യാത്രയുടെ ഇടയിൽ എങ്ങനെയാണ് തിരക്കുന്ന അപ്ഡേറ്റ് ചെയ്യാം. സമയം 6:03. 2 മിനിറ്റ് കൂടി ഉള്ള വണ്ടി പുറപ്പെടാൻ. ഷെഡ്യൂൾ അനുസരിച്ച് 6:05 പുറപ്പെടുന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് 14:64:49 കോച്ചിൽ കയറി. ആണ് ഈ കോച്ചിന് തിരക്ക്. ഒരാളുണ്ട്, ഇപ്പുറത്തെ കാര്യമില്ല. വലിയ കുഴപ്പമില്ല, വലിയ തിരക്കില്ല വണ്ടിയിൽ. ഇനി പോപ്പ് തിരക്കാവും. ഷൊർണൂർ വഴിയല്ലേ പോണേ, അവിടെ നിന്നൊക്കെ ആൾക്കാർ കയറി ഒഴിക്കും രാവിലെ നിലമ്പൂർ പോകാനൊക്കെ. ഇനി ഈ ഗ്യാപ്പിൽ തന്നെ ഷൊർണൂർ പാലക്കാട് ഗ്യാപ്പിൽ തന്നെ അത്യാവശ്യം സ്റ്റോപ്പുണ്ട് പാസഞ്ചറിന്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കയറി ഒഴിക്കും. നേരത്തെ പറഞ്ഞ കോളേജിൽ പോണ പിള്ളേരും ജോലിക്കാരുമാണ്. ഇതേ ഹോൺ അടിച്ചിട്ടുണ്ട്, വണ്ടി എടുക്കും.
പാലക്കാട് എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൺ ടൈമാണ് വണ്ടി, 6:05. ഇനി വണ്ടി എവിടെയൊക്കെ പിടിച്ചിടും, ടൈമിൽ ഓടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം നമ്മൾ ഷൊർണൂർ മെയിൻ ലൈനിലേക്ക് കയറി. ഇപ്പോൾ ആ കാണുന്ന ലൈൻ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പൊള്ളാച്ചി പഴനി വഴി മധുരൈ പോണ റൂട്ടാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പോണ വണ്ടി ഏതാണെന്ന് വെച്ചാൽ അമൃത് എക്സ്പ്രസ് എടുത്തല്ല, കുറച്ച് നാളായി രാമേശ്വരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ വണ്ടികളും പിന്നെ പുതുതായിട്ടൊരു വണ്ടി എടുത്തിറങ്ങി, പാലക്കാട് പൊള്ളാച്ചി മേമു. ഈ വണ്ടികളൊക്കെ ഈ റൂട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് പാലക്കാട് ടൗണാണ്. നമ്മളിപ്പോൾ ഷൊർണൂരിലേക്ക് പോകുന്ന മെയിൻ ലൈനിലേക്ക്. സംഭവം പാസഞ്ചർ കത്തിച്ചു വിടുന്നുണ്ട്. കാരണം ഈ സെക്ഷനിൽ അത്യാവശ്യം സ്പീഡിൽ വിട്ട് പാസഞ്ചർ ട്രെയിൻസ് ഉള്ളത് അവിടെയാണ്. അപ്പോൾ ഈ ഇന്ത്യൻ റെയിൽവേ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കുറവുള്ള ടൈപ്പ് ഓഫ് ട്രെയിൻ സെറ്റ്സ് ആണ് പാസഞ്ചർ ട്രെയിൻസ്. ഓർഡിനറി ടിക്കറ്റ് ഫെയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ റെയിൽ വൺ ആപ്ലിക്കേഷനിൽ ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഇന്നത്തെ പാസഞ്ചർ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ ഓർഡിനറി സെലക്ട് ചെയ്യണം. എക്സ്പ്രസ് മെയിൽ സെലക്ട് ചെയ്താൽ എക്സ്പ്രസിൻ്റെ റേറ്റ് ആയിരിക്കും. ആ റേറ്റ് അല്ല ഇതിന് ഓർഡിനറി റേറ്റ്. അപ്പോൾ അതുകൊണ്ട് റെയിൽ വൺ ആപ്ലിക്കേഷനിൽ ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പായ പർളി എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ നിന്ന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ട്രെയിനിന്. ആൾക്കാർക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിലമ്പൂർ ഇപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് മിക്കവരും കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രിഫൈഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് എഞ്ചിനാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഭാഗ്യത്തിൽ നമുക്ക് ഡീസൽ എഞ്ചിൻ തന്നെ കിട്ടി. കാരണം ഡീസൽ എഞ്ചിൻ ഇപ്പോൾ ഓടുന്നത് വളരെ കുറവൊന്നല്ല, ഇല്ല. രണ്ടാമത്തെ സ്റ്റോപ്പായ മംഗലം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരെയും കാണുന്നില്ല. ഉണ്ട്, കുറച്ച് ആൾക്കാരുള്ളൂ. പർളി വെച്ച് നോക്കുമ്പോഴേക്കും തിരക്ക് കുറവാണ് ഈ സ്റ്റേഷനിൽ. ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റോപ്പായ മംഗലം എത്തി. ആൾക്കാർ ഒരാളിറങ്ങി. ഇവിടെയും ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോമിൽ നല്ല ഹൈറ്റ് ഉണ്ട് ട്രെയിന്. പ്ലാറ്റ്ഫോം ഹൈറ്റ് വളരെ കുറവാണ്, ആൾക്കാർക്ക് പോയി. പക്ഷേ ഇവിടെ തിരക്ക്, അങ്ങനെ കയറാൻ ആൾക്കാരൊന്നും ഇല്ല. അതായിരിക്കും വലിയ ഡെവലപ്മെൻറ്റ്സ് ഇല്ലാത്തതെന്ന് തോന്നുന്നു. അത് വണ്ടിയിലെ തിരക്ക് ഇത്രയും പേരുള്ളൂ. ലക്കടി ടൈമിന് ക്രോസിങ് കുറവാണ് ഈ റൂട്ടിൽ. നമ്മൾ പാലക്കാട് വെച്ച് കണ്ട മറ്റേ മാംഗ്ലൂർ സെൻട്രൽ, ചെന്നൈ സെൻട്രൽ ഉണ്ടല്ലോ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്, അത് മാത്രമേ ക്രോസിങ് ആയിട്ട് ഈ റൂട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു ടൈമിന് വണ്ടി ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പാലക്കാട് സൈഡിലേക്ക് ഈ ഒരു ടൈമിന്. അതുകൊണ്ട് ക്രോസിങ് കുറവായിരിക്കും. അതാണ് അപ്പുറ സൈഡ് കൂടുതൽ നിൽക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ക്രോസിങ് കിട്ടാത്തതുകൊണ്ടൊന്നും കിട്ടാനില്ല. ലക്കിടിയിൽ നമ്മൾ വിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എന്താണ് പാസഞ്ചർ ട്രെയിൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അലോട്ട്, ഈ നേരത്തെ ട്രെയിൻസിന് ഓരോ സ്റ്റേഷനിൽ അലോട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. ഷെഡ്യൂൾ അനുസരിച്ചിട്ട് 1 മിനിറ്റ് ആണ്. അതിന് ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് ട്രെയിൻസിനുള്ള പോലെയോ, എക്സ്പ്രസ് ട്രെയിൻസ് ആണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും അതിന് തന്നെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണല്ലോ. അപ്പൊ അവിടെ ഒക്കെ നിർത്തുന്നത് മിനിമം 3 മിനിറ്റ്. അല്ലെങ്കിൽ മെയിൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എറണാകുളം ജംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ 5 മിനിറ്റ് ഒക്കെ. ഈ പാസഞ്ചർ ട്രെയിൻസിനൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്റ്റോപ്പ്, ഒരു സെക്ഷനിൽ കൂടെ ഓടുന്ന പാസഞ്ചർ എല്ലാവരുടെയും സ്റ്റോപ്പ് ഉണ്ടാവും. ഇതിന് 1 മിനിറ്റ് ആണ് അലോട്ടഡ് ടൈം നിർത്താനുള്ള ഓരോ സ്റ്റേഷനിൽ. അപ്പൊ ഇപ്പൊ തന്നെ ലക്കിടി നിർത്തപ്പോഴേക്കാണെങ്കിലും 1 മിനിറ്റ് ആണ് അലോട്ടഡ് ടൈം എങ്കിലും ആൾക്കാർ അത്യാവശ്യം കയറിന്ന് കണ്ട വണ്ടി എടുക്കും. അല്ലാണ്ട് കറക്റ്റ് 1 മിനിറ്റ് നിൽക്കണമെന്നില്ല. ഫുഡേക്ക് വന്ന് കയറാണെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റ് എടുക്കും. ഇപ്പൊ ടൈം കഴിഞ്ഞ് ഡിലേ 2 മിനിറ്റ് ഡിലേ മുമ്പാണെങ്കിലും അവര് ആൾക്കാരെ എടുക്കാൻ പോകും. നമുക്ക് 1 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ
ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനായിട്ടും ഇവിടെയും പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് ഭയങ്കര കുറവ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ 2-ലാണ് കയറിയത്. ഇതാണ് 1. നേരത്തെ ഒറ്റപ്പാലത്ത് ലാസ്റ്റ് ഷോട്ട് കണ്ടിട്ടേ ഒരു AC വെയിറ്റിംഗ് ഹാള്, അത് മിക്ക റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട്. അത് അത്യാവശ്യം മാക്സിമം ഉപയോഗിക്കുക. കാരണം നോർമൽ വെയിറ്റിംഗ് ഹാൾ ഉണ്ടാവും, അത് ഫ്രീ ആണ്. പക്ഷേ ഇത് AC വെയിറ്റിംഗ് ഹാളിൽ അത്യാവശ്യം എന്താ സംഭവം എന്ന് വെച്ചാൽ 1 മണിക്കൂറത്തേക്ക് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 1 മണിക്കൂറത്തേക്ക് 30 രൂപ. അതിൽ വരുന്നത് നമുക്ക് ഇരിക്കാൻ അത്യാവശ്യം സോഫ സെറ്റ് ഉണ്ടാവും, അത്യാവശ്യം നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. 1 മണിക്കൂറത്തേക്ക് 30 രൂപ. അതിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്യണ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ്, ഡ്രിങ്ക്സ്, കുടിക്കാൻ വെള്ളം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പൈസ കൊടുത്ത് മേടിക്കണം. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം 1 മണിക്കൂറൊക്കെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലേ ഓവർ ആയി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ വണ്ടിക്ക് കണക്ഷൻ ട്രെയിൻസ് പിടിക്കാൻ സ്റ്റേഷനിൽ നിൽക്കണമെങ്കിൽ അവിടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കാം. അവിടെ ചുമ്മാ കയറാൻ പറ്റില്ല. നമുക്ക് ഒന്നെങ്കിൽ ടിക്കറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ജനറൽ ടിക്കറ്റ് ഉണ്ടാവണം. നമുക്ക് പുറത്തുനിന്ന് ചുമ്മാ കയറിയിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ട്രാവൽ ചെയ്യണമെന്ന് കാണിക്കണമെങ്കിൽ, ട്രാവൽ ചെയ്യണമെന്ന് അവർക്ക് കാണിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ടാവും. ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ മൊബൈലിലെ ഓരോ ഈ പറഞ്ഞു 1 മണിക്കൂറിന് 30 രൂപ. 1 മണിക്കൂർ എക്സ്റ്റെൻഡ് നമുക്ക് ഹോസ്റ്റൽ ടിക്കറ്റ് വരും. ടിക്കറ്റ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴേക്കും 1 മണിക്കൂർ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത 1 മണിക്കൂർ ട്രെയിനും കൂടി അതുകൊണ്ട് മാക്സിമം AC ഉപയോഗിക്കാം. സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ. വ്യൂ നോക്കി ഗൈസ്. ഇവിടെ അങ്ങനെ ഇരുന്ന് രാവിലെ ഒരു ചായയും കുടിച്ച് ഭാരതപ്പുഴയെ നോക്കി ഇടയ്ക്ക് ഇതേപോലത്തെ കുറച്ച് ട്രെയിൻ പോകണം നോക്കിയൊക്കെ ഇരിക്കാം. നല്ല സ്പോട്ട്. ഇവിടെ നിന്ന് ആൾക്കാർ കുറച്ചുണ്ടായുള്ളൂ കയറാൻ, അതുകൊണ്ട് ഒരു കൂടി വന്നൊരു 30 സെക്കൻഡ് അതിനുള്ളിൽ തന്നെ നിർത്തി എടുത്തു. അങ്ങനെ മാന്നന്നൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റൂട്ടിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ അടുത്ത് കയറാൻ പോണത്. ഷൊർണൂർ ജംഗ്ഷൻ. അവിടെ നിന്നാണ് നിലമ്പൂർ ലൈനിലേക്ക്, നിലമ്പൂർ റോഡിലേക്ക് ലൈൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്, ഷൊർണൂർ ജംഗ്ഷൻ. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് അടുക്കാറായി. ഇനി ഇപ്പം നമ്മൾ പാലക്കാട് ഷൊർണൂർ ലൈനിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ 30 സ്പീഡ് റെസ്ട്രിക്ഷൻ കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് റൈറ്റ് പോകണം. റൈറ്റ്. അപ്പോൾ പാലക്കാട് ഷൊർണൂർ ലൈനിലേക്ക് വണ്ടി സ്വിച്ച് ചെയ്ത് നമ്മൾ ഷൊർണൂർ പോകണതുകൊണ്ട് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകാം. ഈ റൂട്ടാണ് തൃശ്ശൂരേക്കുള്ള ലൈൻ. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം ഈ റൂട്ടേക്കും പോവാം. പാലക്കാട് നിന്ന് തൃശ്ശൂർ വഴി ഷൊർണൂർ വഴി മംഗലാപുരം പോണ വണ്ടികൾ എല്ലാം ഈ റൂട്ടും. പാലക്കാട് നിന്ന് തൃശ്ശൂർ പോണ അല്ലെങ്കിൽ എറണാകുളം പോണ സൈഡിലേക്ക് പോണ വണ്ടികളെല്ലാം ഈ റൂട്ടിലേക്കും പോകും. നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു, മറ്റേ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂർ പോണ ലൈനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ, ഈ ലൈൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പാലക്കാട് തൃശ്ശൂർ ലൈനാണ്. അതേപോലെ ആ ബിൽഡിങ്ങിന് അപ്പുറത്തുനിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതെന്ന് പറയുന്നത് തൃശ്ശൂർ സൈഡിൽ നിന്ന് ഷൊർണൂർ കയറുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഈ റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് കണക്ട് ചെയ്യണതും, ഈ ലൈൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ഷൊർണൂർ കണക്ട് ചെയ്യുന്നതും, നമ്മൾ പോകുന്നത് ഷൊർണൂർ പാലക്കാട് കണക്ട് ചെയ്യണതും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് ഇപ്പോൾ കയറുന്നതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുള്ള ഷൊർണൂർ ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. സമയം 7:03, 7:02 ഷൊർണൂറാണ് ടൈം. അത്രയ്ക്ക് ഡിലേ ഒന്നും ഇല്ല, കാരണം ഈ റൂട്ടിൽ നമുക്ക് പിടിച്ചിടുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓൺ ടൈമിനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണിത്.
7 പ്ലാറ്റ്ഫോം ഒരു റെയിൽവേ സ്റ്റേഷനും ഇല്ല. പിന്നെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ 6 പ്ലാറ്റ്ഫോമൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ 7 പ്ലാറ്റ്ഫോം ഉണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ നമുക്ക്. From Kochuveli to Lokmanya Tilak Terminal. വണ്ടി ഷൊർണൂരെത്തി. അത്യാവശ്യം തിരക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നല്ല തിരക്കുള്ളത്. അപ്പോൾ സമയം 7:05. 7:05 ഇവിടുന്ന് പുറപ്പെടേണ്ടതാണ്. പക്ഷെ വണ്ടി 7:05 എത്തിയത്. 3 മിനിറ്റാണ്. എന്ന് വെച്ചാൽ പാസഞ്ചറിന് എല്ലാവരുടെയും 3 മിനിറ്റ് സ്റ്റോപ്പ് പോകുന്നല്ലോ. പക്ഷെ ഇത് മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ 3 മിനിറ്റ് സ്റ്റോപ്പ്. വണ്ടി നിർത്താവുന്നതിൽ കൂടുതൽ നേരം ഇപ്പോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടേക്കാണ്. കാരണം എന്താ വെച്ചാൽ അനൗൺസ്മെൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ വണ്ടി അടുത്ത അനൗൺസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി പുറകിൽ പിടിച്ചിട്ടേക്കാണ്. വേറെ ഒന്നുമല്ല, നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരേക്ക് രാവിലെ ഒരു പാസഞ്ചർ ഉണ്ട്. അപ്പോൾ ആ വണ്ടി കയറി ഇങ്ങോട്ട് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് 6ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി പിടിച്ചിട്ടേക്കണത്. പിന്നെ നേരത്തെ വന്ന വണ്ടി എന്ന് പറയുന്നത് കൊച്ചുവേളി, ഇപ്പോൾ പുതിയതായിട്ട് പേര് മാറ്റിയ ട്രിവാൻഡ്രം നോർത്ത് LTT എക്സ്പ്രസ് ആണ്. അതാണ് നേരത്തെ ഷോട്ടിൽ കണ്ടത്, എറണാകുളം സൈഡിൽ നിന്ന് വന്ന വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കണമെങ്കിൽ കുറേ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി എടുക്കണമെങ്കിൽ നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ഷൊർണൂരിൽ നിന്ന് കയറണം. കാരണം നിലമ്പൂർ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ലൈനാണ്. എന്ന് വെച്ചാൽ ഷൊർണൂരിൽ നിന്ന് സ്ട്രെയിറ്റ് പോണത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ലൈനുണ്ട്, ഡൗൺ ലൈനും ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നിലമ്പൂരേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ സെപ്പറേറ്റ് ലൈൻ, ആ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ക്രോസിങ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരണം. പിന്നെ നിലമ്പൂർ സെക്ഷനിൽ 2 സ്റ്റേഷനിൽ മാത്രമേ 2 പ്ലാറ്റ്ഫോം ഉള്ളൂ. അങ്ങാടിപ്പുറം, വാണിയമ്പലം. അപ്പോൾ അവിടെ വെച്ചേ ക്രോസിങ് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരു വണ്ടി ട്രാക്കിൽ കൂടെ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് പോണ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി ലേറ്റ്. ഓൺ ടൈമിനാണ് ഷൊർണൂർ എത്തിയത്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ഡിലേ ആവുന്നുണ്ട്. അത് ഓട്ടത്തിൽ പിടിക്കുമായിരിക്കും. അവസാനം സ്റ്റാക്ക് ടൈം ഉണ്ടെന്ന് തോന്നുന്നു നിലമ്പൂർ. അപ്പോൾ അത് പിടിക്കുമായിരിക്കും. ഇപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ. അന്നേരം നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ വരുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വന്ന് കയറുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ നോക്കണേ. കണ്ടോ? സമയം 7:19. അവിടെ 6ാം പ്ലാറ്റ്ഫോമിൽ പാസഞ്ചർ വന്നു. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുത്തു. കോഴിക്കോട് പാസഞ്ചർ പ്ലാറ്റ്ഫോം നമ്പർ ആരംഭിക്കും. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി പണിത് വെച്ച നിലമ്പൂർ ലൈനിലേക്ക് കയറാൻ പോവുകയാണ്. നേരത്തെ അനൗൺസ് ചെയ്ത കോഴിക്കോട് ഷൊർണൂർ നമ്മളിപ്പോൾ നിലമ്പൂർ ലൈനിലേക്ക് കയറി. ഈ കാണുന്ന 2 ലൈൻ എന്ന് പറയുന്നത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡേക്കുള്ള അപ്പ് ലൈനും ഡൗൺ ലൈനുമാണ്. അപ്പോൾ നേരത്തെ കോഴിക്കോട് പാസഞ്ചറൊക്കെ ഈ വഴി കൂടെയാണ് വന്നത്. നമ്മൾ സെപ്പറേറ്റ് ഇനി അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. നിലമ്പൂർ ലൈനിലേക്ക് കയറി. ഇപ്പം അങ്ങോട്ട് ഒരു സിംഗിൾ ലൈൻ യാത്രയായി.
കോലിക്കല്ലൂർ വിട്ട് അവിടെ ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിംഗിൾ ലൈൻ തന്നെ ഇത്, പക്ഷേ പ്ലാറ്റ്ഫോം രണ്ടാക്കി. അത്യാവശ്യം ഇനി ട്രെയിൻ കൂട്ടാണെങ്കിൽ തന്നെ ക്രോസിങ്ങിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഈ പറഞ്ഞ അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും മാത്രമേ ഇപ്പോൾ ക്രോസിങ് പോസിബിൾ ഉള്ളൂ. കാരണം അവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് പ്ലാറ്റ്ഫോമുള്ളൂ, ബാക്കിയെല്ലാം അവിടെയും സിംഗിൾ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം കൂടി പണി നടത്തിക്കൊണ്ടിരിക്കണം. ഈ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെറുകര, അതിൽ നിന്ന് അങ്ങാടിപ്പുറം, അങ്ങനെ. അപ്പോൾ ബാക്കി കാണും. ഇവിടെ കുറേ മയിലുണ്ട് കേട്ടോ, കാണിച്ചിട്ട്. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ചെറുകര എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കായി, വണ്ടി ഫുള്ളായിട്ടുണ്ട്, ആൾക്കാർ അത്യാവശ്യം പുള്ളി നിൽക്കുന്നുണ്ട്. അങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തിയുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്കാണ് എത്തിയത്. ചിലപ്പോൾ മിക്കവാറും ഇവിടെ ഒരു ക്രോസിങ് കിട്ടാൻ സാധ്യതയുണ്ട്. നിലമ്പൂരിൽ ചിലപ്പോൾ ഒരു പാസഞ്ചർ ഉണ്ടെങ്കിൽ, കാരണം ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. പ്ലാറ്റ്ഫോം നമ്പർ 2ലാണ് നമ്മൾ കയറിയത്. പ്ലാറ്റ്ഫോം നമ്പർ 1ൽ ചിലപ്പോൾ വേറെ വണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. പാസഞ്ചറിന് തിരക്കുണ്ട്, ക്രോസിങ് ഉണ്ടാവും. പിന്നെ ആ ട്രെയിൻ വന്നവർ നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. വണ്ടി വരുന്നുണ്ട്, നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചർ. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ നിലമ്പൂർ ഷൊർണൂർ രണ്ടാമത്തെ പാസഞ്ചറാണ് ഇപ്പോൾ കാണുന്നത്. ഒന്ന് നമുക്ക് ഷൊർണൂർ വെച്ചിന് പോസ്റ്റ് ചെയ്യുന്നൊരു പാസഞ്ചർ വന്നായിരുന്നു. ഇപ്പോൾ അതേ അങ്ങാടിപ്പുറത്ത് പോസ്റ്റ് തരുന്ന അടുത്ത പാസഞ്ചർ. ഈ വന്ന പാസഞ്ചർ എക്സ്പ്രസ്സിലെ ഈ പാസഞ്ചർ എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം നിലമ്പൂർ റോഡ് ഒരു എക്സ്പ്രസ് വണ്ടിയുണ്ട്, രാജറാണി എക്സ്പ്രസ്. അതിൻ്റെ റേക്ക് വെച്ചിട്ട് തന്നെയാണ് ഒരു പാസഞ്ചർ ആയിട്ട് ഓടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ രാവിലെ വെളുപ്പിന് ഇത് നിലമ്പൂർ എത്ര വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഇവർ അവിടെ എത്തിയിട്ട് പിന്നെ ഈ വണ്ടി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് രാത്രിയാണ്. അപ്പോഴേക്കും ആ ഗ്യാപ്പിൽ ഇവർ ഈ സെക്ഷനിൽ നിലമ്പൂർ ഷൊർണൂരും നിലമ്പൂരും പാസഞ്ചർ ആയിട്ട് ഓടിക്കും. അപ്പോൾ അതാണ് ഇതിന് അത്യാവശ്യം കോച്ച് കാണുന്നത്. ഇതിലിപ്പോൾ ഇവർ AC കോച്ചൊക്കെ അടച്ചിട്ടുണ്ടാവും, സ്ലീപ്പർ കോച്ചൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്കും ആൾക്കാർ യാത്ര ചെയ്യാം. അങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് എത്തിയിരിക്കുന്ന പട്ടിക്കാട്. റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം ആൾക്കാർ പട്ടിക്കാട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോച്ചിലാണെങ്കിൽ തന്നെ തിരക്ക് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മേലാറ്റൂര്. ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു കേരളത്തിൽ മേലാറ്റൂർ എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യാൻ കൊണ്ടിട്ടുണ്ട്. ഇവിടെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്, പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. ചെറുകരയിലും കണ്ടായിരുന്നു ഇതേപോലെ എക്സ്റ്റൻഷൻ. അപ്പോൾ അങ്ങനെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം എല്ലാവരും ഇറങ്ങി. ഗായ്സ്, ഇതാണ് പുതിയ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ. പണ്ട് വന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിൽ പോയടാ, ഇവിടെ കുറേ മരങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായതാണ്. ഒന്നുമില്ല, നോർമൽ റെയിൽവേ സ്റ്റേഷൻ. മേലാറ്റൂരും 2 പ്ലാറ്റ്ഫോം ആക്കണതിന് പണി നടക്കുന്നുണ്ട്.
പ്ലാറ്റ്ഫോം വർക്കൊക്കെ നടന്ന് സ്ഥലമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ട്രാക്കും കൂടി ഇട്ടാൽ മതി. സംഭവം അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി പോയി റെയിൽവേ സ്റ്റേഷന്. ഈ റൂട്ടിലെ എല്ലാ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡെവലപ്പ് ആവുന്നതായിരിക്കാം. ഈ റൂട്ടിലേക്ക് വലിയ വേറെ വണ്ടികളൊക്കെ വിടുകയാണെങ്കിൽ, പാസഞ്ചർ ഇല്ലാത്ത വണ്ടികൾ വിടുകയാണെങ്കിൽ നിർത്തണ്ടേ, അതായിരിക്കും ചിലപ്പോൾ പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്യണത്. ജസ്റ്റ് വന്നു നിർത്തി പോകുന്നു, അത്ര നേരം നിർത്തിയില്ല. കുറച്ച് പേര് ഇറങ്ങാനുണ്ട്, കുറച്ച് പേര് കയറാനുണ്ട്. എന്നാലും ഇറങ്ങാനും കയറാനുണ്ടായി ആൾക്കാർ, ആരും ഇല്ലാണ്ട് എഴുതില്ല. അപ്പോൾ ടൂറ് കഴിഞ്ഞു. ഇനി നമുക്കൊരു 2-3 സ്റ്റോപ്പും കൂടി ഉള്ളൂ ഇങ്ങോട്ട് നിലമ്പൂരേക്ക്. അങ്ങനെ അടുത്ത സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആൾക്കാർ കയറാൻ കുറച്ച് പേരുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റോപ്പും കൂടി ഉള്ളൂ നിലമ്പൂരേക്ക്. ലാസ്റ്റ് സ്റ്റേഷൻ എത്താറായി. ഇനിയിപ്പോൾ തിരക്കുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇറങ്ങാനായിട്ടും കൂടുതൽ ആൾക്കാർ കയറാനേക്കാളും. ഇവിടെ ഇറങ്ങാനും ആൾക്കാർ കുറവായിരുന്നു. ഇറങ്ങാനും കുറവാണ്, കയറാനും കുറവാണ്. പറഞ്ഞ പോലെ പട്ടിക്കാടയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഇറങ്ങിപ്പോയിരുന്നു. ഇനിയിപ്പോൾ വാണിയമ്പലമാണ് മെയിൻ സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ നിലമ്പൂർ റോഡ്. വാണിയമ്പലം 2 പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഇനി ക്രോസിങ് ഉണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ടൈമിന് നേരത്തെ ഒരു പാസഞ്ചർ പോയതുകൊണ്ട് ഇനി ഉണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ തിരിച്ചൊരു പാസഞ്ചർ ഉള്ളത് 10 മണിക്കാണ്. 10 മണിക്ക് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ ഉണ്ട്. അതുകൊണ്ട് ഇനി വാണിയമ്പലത്ത് ക്രോസിങ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അങ്ങനെ വാണിയമ്പലം സ്റ്റേഷനെത്തി. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. നിലമ്പൂർ റോഡ് എത്തുന്നതിന് തൊട്ടുമ്പത്തെ സ്റ്റോപ്പാണ്. അടുത്ത നിലമ്പൂർ റോഡാണ്. അപ്പോൾ ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്, 1 and 2. അതിൽ 1-ലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെയും പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്. ആ ഡിഫറൻസ് മനസ്സിലാവും. ഈ ഒരു വൈറ്റ് കളർ. പിന്നെ ആ വാണിയമ്പലം ബോർഡിന് അപ്പുറത്തുള്ളതൊക്കെ നേരത്തുള്ള പ്ലാറ്റ്ഫോമായിരുന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ വാണിയമ്പലം എത്തി. ഇവിടെ നിന്ന് ആൾക്കാരങ്ങനെ കുറവാണ്, കാരണം അടുത്ത സ്റ്റോപ്പാണ് നിലമ്പൂർ. കുറച്ച് പേരുള്ളൂ. ഇവിടെ ആൾക്കാർ ഇറങ്ങാനുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി. വാണിയമ്പലം പ്ലാറ്റ്ഫോം നമ്പർ 2. ഇപ്പോൾ ക്രോസിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് വണ്ടി എടുത്തു, ആൾക്കാരെ ഇറക്കി വണ്ടി എടുത്തു. ഇനിയിപ്പുറത്ത് നിലമ്പൂർ റോഡ്. ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്തെ സൈഡ്, പ്ലാറ്റ്ഫോം നമ്പർ 2. ഇത് ഡെഡ് എൻഡാണ്, അങ്ങോട്ട് ഇനിയില്ല. ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ ഏരിയയിൽ, നിലമ്പൂർ റോഡ്. ഇനി ഈ വണ്ടി ഇനി തിരിച്ച് എൻജിൻ റിവേഴ്സ് അടിച്ചിട്ട് നേരെ ഷൊർണൂരിലേക്ക് തന്നെ തിരിച്ചു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. ഇപ്പം നമ്മൾ ഈ വന്ന വണ്ടി 56607 പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചർ. ഈ വണ്ടിയാണ് ഇനി 10 മണിക്ക് 10:05 നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചറായിട്ട് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ സ്റ്റേഷൻസും മൊത്തം കവറപ്പ് ചെയ്ത് തീർത്തു ഈ റൂട്ടിൽ. ഇനിയിപ്പോൾ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസഞ്ചർ സീരീസിലെ ഫസ്റ്റ് ട്രെയിൻ നമ്മളിപ്പോൾ കവർ ചെയ്തൊക്കെയാണ് 56607 പാലക്കാട് നിലമ്പൂർ ട്രെയിൻ, നിലമ്പൂർ റോഡ് പാസഞ്ചർ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉള്ളതുണ്ട്. നമുക്ക് പല പല ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാം.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് പാസഞ്ചറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന്, വീഡിയോ എങ്ങനെയുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതേപോലെ വ്ലോഗായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ കംപ്ലീറ്റ് ചെയ്ത് ഈ കിടക്കുന്ന 567 പാലക്കാട് നെല്ലൂർ റോഡ് പാസഞ്ചർ സർവീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമുക്കിനി പാസഞ്ചർ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നിലമ്പൂർ റോഡിലേക്ക് ഞാൻ ഇപ്പോൾ അന്ന് വന്നപ്പോൾ കണ്ട നിലമ്പൂർ റോഡല്ല, അത്യാവശ്യം ഡെവലപ്പ് ആയിരുന്നു. അതിൻ്റെ ഫ്രണ്ടും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതിപ്പോൾ പ്ലാറ്റ്ഫോം 2-ന് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല, ഐ മീൻ പ്രീമിയം ആയിട്ടിരിക്കണ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന രീതിയിൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടാവുമല്ലോ ടിക്കറ്റ് എടുക്കുന്ന സൗകര്യങ്ങളൊക്കെ, അതേപോലെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ലെ സംഭവങ്ങൾ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.